ഹായ് ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമുളകിലെ പൊന്നൂസിലെ. അപ്പോൾ പൊന്നൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തോ എന്തോ മുഖത്തൊക്കെ തേച്ച് പാണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നമുക്കൊന്ന് കണ്ടിട്ട് നോക്കാം. എന്റെ മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ. അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ ആദ്യത്തെ പരിപാടി ഫേസ് ഒക്കെ കഴുകി എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്ടായിട്ട്. കാരണം എൻ്റെ സ്കിന്ന് കുറച്ച് റെഡിഷ് ഒക്കെ ആയത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഇപ്പോൾ ഡോക്ടർ തന്ന മരുന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു അത് തേച്ചിട്ടാണ് ഇത് തേച്ചിട്ടാണ്. അപ്പോൾ ഒന്നും തേച്ചിട്ടല്ല, നമ്മൾ ഓരോ സ്കിന്നിന് ഓരോ ടൈമിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടോ വന്ന് പോയി ചെറിയ പ്രോബ്ലം. അതിപ്പോൾ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രാവിലെ തന്നെ പരിപാടികൾ കഴിഞ്ഞ് അതായത് ഇവരെ സ്കിന്നിന് എന്തോ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അതിൻ്റെ ഇഷ്യൂ ആയിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതായിരിക്കാം. ഒന്നും ഉണ്ടായിരിക്കില്ല, അവർ സ്കിൻ അത് ഓക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ കിട്ടുന്ന പ്രൊഡക്റ്റ് മൊത്തം പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പേടിപ്പിക്കുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്താ പറയുക, നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ പാടുള്ളൂ. നമുക്ക് മറ്റേ വീഡിയോയിലേക്കൊക്കെ പോവാം. ഇപ്പൊ കൊറേ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു വർഷം മുന്നേ വരെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ എൻ്റെ ഫേസിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം എനിക്ക് ചൂടടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, ഭയങ്കര റെഡിഷ് ആണോ പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിന് വരെയുള്ള കാരണം ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നില്ല. ഞാൻ വെച്ച് നോർമലായിരിക്കും. ഇപ്പൊ മുഖക്കുരു വരുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ തട്ടിപ്പോയി. അവസാനം എന്റെ കെട്ടിന് വന്ന് അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഇങ്ങനെ വെച്ചിരിക്കരുത് പറഞ്ഞിട്ട്. ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്തായാലും അല്ല, ആസ്റ്ററിലെത്തിയപ്പോ അച്ചു കാത്തുന്റെ അടുത്തുണ്ട്. പൊന്നിനോട് വിളിച്ച് പൊന്നു വാ ഡോക്ടറെ കാണാം. എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടു അല്ലേ. ഡോക്ടറെ കണ്ടു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റായി. ഇപ്പൊ ചെറിയ ട്രീറ്റ്മെന്റിലാണ്. ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് എത്രത്തോളം മോശമാവണം എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിൽ കിടക്കുക. അല്ല, പറഞ്ഞല്ലോ ഈ 3 ആഴ്ച എനിക്ക് ഡോക്ടറെ തന്ന കുറച്ച് മരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് എന്റെ ഫേസിൽ കുരുക്കൾ വരുന്നതിന്റെ പാടുകളുണ്ടായിരുന്നു. ഇങ്ങനെ കുരു വന്നിട്ട് അങ്ങനെ വീർത്തല്ലാത്തതിന്റെ റെഡിഷ് പാടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കുരുക്കളായി വന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മരുന്നിൽ തന്നെ. ഇതാ നോക്ക്, ആ റെഡ് കുത്തുകളിപ്പോ കുരുക്കളായി മാറി. ആ റെഡ് കളർ വന്നിരുന്നോടത്തൊക്കെ ഇപ്പൊ കുരുക്കളായി മാറിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു 3 ആഴ്ചയുടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. നമുക്ക് ലൈഫ് ലോങ് ഒന്ന് ഷോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു 3 ആഴ്ച ഞാൻ വെറുതെ വിടാണ്. അപ്പൊ ഒരു 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് വന്നിട്ട് അപ്പൊ അത് കഴിക്കുമ്പോ എന്തായാലും എന്റെ മുഖത്ത് നല്ലോണം കുരുക്കൾ വരും. എങ്ങനെയൊക്കെ ആവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അതാവണമെന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്യാന്നാ പറഞ്ഞിരിക്കണ. ആ ഒരു കാര്യം കൂടി ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വർഷം ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് കുറച്ച് അത്യാവശ്യം സെൻസിറ്റീവാണ് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ മുഖത്ത് പരീക്ഷിക്കാൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ സൈഡ് എഫക്റ്റ് കാണിക്കാം. എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ ചുണ്ടിന് ഒരു ഡാർക്കൻ ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ലിപ്പിന് ഒരു ഷെയ്ഡ് മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ മുഖത്ത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മുഖത്ത് കുരുക്കൾ വരുന്ന പോലെയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ആ ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പല സൈഡ് എഫക്റ്റുകൾ കാണിക്കാം. അപ്പോൾ അതാണ് ഇവിടെ ഈ എന്താ പറയുക അമ്മൂസിൻ്റെ കേസിലും മൈ വേ ബൈ കല്യാണീൻ്റെ കേസിലും ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ കിട്ടുന്നത് മൊത്തം ഇങ്ങനെ പ്രൊമോഷനായിട്ട് നമുക്ക് പൈസ കിട്ടും. ഓക്കെ, ഇവർക്കെന്ന് വെച്ച് പറഞ്ഞാൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് യൂട്യൂബേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സിന് അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അവർക്ക് അതിന് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളിത് കണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ പൈസ പോകുന്നല്ലാതെ നമുക്കൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മളത് അവരുടെ വീഡിയോ കണ്ട് വിശ്വസിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും, അത് വാങ്ങിക്കാൻ നമ്മുടെ പൈസ പോകും. അവർക്ക് ആ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുവാണ്, ആ പ്രൊമോഷൻ ഇതിൻ്റെ പേരിൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ രണ്ടും അവർക്ക് ലാഭമാണ്.
പിന്നെ അവർക്ക് ഇതിലെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അവർക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള കണ്ട് അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റുകൾ കണ്ടില്ലേ 2 ആഴ്ചത്തെ 3 ആഴ്ചത്തെ അതിനൊക്കെ നല്ല കോസ്റ്റുള്ള ട്രീറ്റ്മെൻറ്റ് അവർ എടുക്കുന്നത്. ഇപ്പോൾ കല്യാണിന് എന്തായിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് സ്കിൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷങ്ങളൊക്കെ അത്രയും ചില കേസായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പേരിൽ പിന്നെ ലക്ഷങ്ങൾ നമുക്ക് ചിലവാക്കാനില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് റിസ്ക് എടുക്കണ്ട, ഡോക്ടറിന് കാണിക്കാൻ റിസ്ക് എടുക്കണ്ട, അതിനൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. അവർക്ക് നമ്മളിത്ര ചിന്തിക്കുക, അവർക്ക് അതിനുള്ള പൈസ കിട്ടുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. ഇനി അല്ല ഇതിൻ്റെ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.